ഹായ് ഗായ്സ്, അഖിൽപുരം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാറിൽ നടക്കുന്നത്. ഇനി 2 ദിവസം മാത്രമേ വോട്ടിങ്ങിൽ അവശേഷിക്കുന്നുള്ളൂ. നമ്മളിന്ന് വെള്ളിയാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത് 6 മത്സരാർത്ഥികളാണ്. മിഡ് വീക്ക് എവിക്ഷനിൽ ഒരു മത്സരാർത്ഥി പുറത്തു പോയിരിക്കുകയാണ്. ആദില പുറത്തു പോയിട്ടുണ്ട്. ഇനി 6 മത്സരാർത്ഥികളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഈ 6 പേര് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥിക്ക് വിജയിക്കാനാവുള്ളൂ. ഈ ശനിയാഴ്ച രാത്രി 12 മണി വരെയാണ് വോട്ടിംഗ് സ്ലോട്ട് ഓപ്പൺ ആയിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരുമണിക്കുള്ള കൃത്യമായ വോട്ടിംഗ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് രാവിലെ 7 മണി വോട്ടിംഗ് സെറ്റിൽ 1-ാം പൊസിഷൻ അനുമോൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അനീഷിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും അനുമോൾ 1-ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ്. വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് അനുമോൾ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 98,345 എന്ന കൂറ്റൻ വോട്ടിൻ്റെ ബലത്തിൽ 1-ാം പൊസിഷനിൽ കൈയടക്കി സുരക്ഷിതമായി കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. 2-ാം പൊസിഷനിൽ അനീഷാണ് ഉള്ളത്. അനീഷിന് ഒന്ന് കാലിടറിയിട്ടുണ്ട്. അനീഷ് ഒന്ന് പിന്തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അനുമോളുടെ മുമ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് 2-ാം പൊസിഷനിലേക്ക് വീണുപോയിരിക്കുകയാണ്. ഇപ്പോൾ 97,230 വോട്ട് നേടിയാണ് 2-ാം പൊസിഷനിലുള്ളത്. 3-ാം പൊസിഷനിൽ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. യാതൊരു മാറ്റവുമില്ലാണ്ട് ഷാനവാസ് തൻ്റെ 3-ാം പൊസിഷനിൽ തുടരുകയാണ്. 66,713 എന്ന കൂറ്റൻ വോട്ടിൻ്റെ ബലത്തിലാണ് 3-ാം പൊസിഷനിൽ തുടരുന്നത്. 4-ാം പൊസിഷനിൽ നൂറയാണുള്ളത്. അതിൽ പോയതിന് ശേഷം നൂറയ്ക്ക് ചെറിയ രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ 56,800 വോട്ട് നേടി ഷാനവാസിൻ്റെ തൊട്ടു പിന്നിലായി 4-ാം പൊസിഷനിലാണ് നില ഉറപ്പിച്ചിരിക്കുന്നത്. 5-ാം പൊസിഷനിൽ അക്ബർ തന്നെയാണ് തുടരുന്നത്. യാതൊരു മാറ്റമില്ലാണ്ട് അക്ബർ 5-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റം ഇല്ലെങ്കിൽ കൂടെ നൂറയുടെ തൊട്ടു പിന്നിലായി 55,677 വോട്ട് നേടി 5-ാം പൊസിഷനിലാണ് ഉള്ളത്. 6-ാം പൊസിഷനിൽ ഇപ്പോൾ നെവിനാണുള്ളത്. അതായത് ലാസ്റ്റ് പൊസിഷനാണ് 6-ാം പൊസിഷൻ. 6-ാം പൊസിഷനിൽ ഇപ്പോൾ നെവിനാണുള്ളത്. 54,509 വോട്ടാണ് നെവിൻ കരസ്ഥമാക്കിയത്. ഇനി ഒരു എവിക്ഷൻ കൂടെ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നെവിൻ പുറത്തു പോകാനും ചാൻസ് ഉണ്ട്. ഏതായാലും ഇപ്പോൾ ലാസ്റ്റ് പൊസിഷനായ 6-ാം പൊസിഷനാണുള്ളത്. താങ്ക്